തലസ്ഥാനത്ത് ജില്ലാ ഭരണസിര കേന്ദ്രത്തെ സ്തംഭിപ്പിച്ചവരെ കുറിച്ചാണ് ഈ കഥ. വ്യാജ ബോംബ് ഭീഷണിയിൽ തുടങ്ങി രണ്ടാം ദിനവും തേനീച്ചയുടെ കടന്നാക്രമണത്തിൽ വലയുകയാണ് തിരുവനന്തപുരം കളക്ടറേറ്റ് ജീവനക്കാർ. ഇന്ന് രാത്രിയോടെ തേനീച്ച ശല്യത്തിന് പരിഹാരമുണ്ടാകുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. കുരങ്ങ് ശല്യത്താൽ വീട് ഉപേക്ഷിച്ചവർ, കാട്ടാന ശല്യത്തെ തുടർന്ന് കൃഷി ഉപേക്ഷിച്ചവർ, ഇവരെ കുറിച്ചെല്ലാം നമ്മൾ ദിവസവും കേൾക്കാറുണ്ട്. ഇതല്ല, അതുക്കും മേലെ. ഈ കാണുന്നതാണ് നമ്മുടെ കഥയിലെ വില്ലന്മാർ. സ്ഥലം തിരുവനന്തപുരം കളക്ടറേറ്റ് ഓഫീസ്. വ്യാജ ബോംബ് ഭീഷണിയെ തുടർന്ന് കളക്ടറേറ്റിലെ ജീവനക്കാരെയും മറ്റുള്ളവരെയും പരിശോധനക്കായി പുറത്തിറക്കിയപ്പോഴാണ് ഈ വില്ലന്മാർ ഇളകിയത്. പിന്നെ കണ്ടത് ജനം തലങ്ങും വിലങ്ങും ഓടുന്നതാണ്. എനിക്ക് ഈ ദേശത്തെ വഴിയറിയില്ലെന്ന് പറഞ്ഞ് ഓടിയവരൊക്കെ വിവിധ ആശുപത്രികളിലാണ് അഭയം പ്രാപിച്ചത്. ഞാൻ ഇവിടെ നിന്ന് കമ്പടിച്ച് അടിച്ചടിച്ച് അങ്ങ് പോയിട്ട് അവിടെ നിന്ന് ഇപ്പൊ തിരിച്ചു വന്ന് ഇവിടെ വന്നപ്പോൾ വീണ്ടും വന്ന് അതാണ് ഹെൽമെറ്റ് ഇപ്പൊ എടുത്ത് വെച്ചത്. ഒരു കൊത്തും കിട്ടി, ബാക്കിലും കൊത്തു കിട്ടി. സബ് കളക്ടർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, കളക്ടറേറ്റ് ജീവനക്കാർ, മാധ്യമ പ്രവർത്തകർ, വിവിധ ആവശ്യങ്ങൾക്കായി കളക്ടറേറ്റിലെത്തിയവർ, അങ്ങനെ വന്നവർക്കും പോയവർക്കും എല്ലാം കിട്ടി തേനീച്ചയുടെ കുത്ത്. ഇന്നലെ സംഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ജീവനക്കാർ ഇന്ന് കളക്ടറേറ്റിലെത്തിയത്. പിന്നീട് കണ്ട കാഴ്ച ഇതാണ്. ഇതിനൊരു അന്ത്യമില്ലേ എന്നാണ് ജീവനക്കാരുടെ ചോദ്യം. ഇന്ന് രാത്രിയോടുകൂടി തേനീച്ച ശല്യത്തിന് പരിഹാരമുണ്ടാവുമെന്നാണ് കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ഉറപ്പ്. തൽക്കാലം തിരുവനന്തപുരം കളക്ടറേറ്റിൽ നിന്ന് തേനീച്ചയുടെ ആക്രമണം ഏൽക്കാതെ ഞങ്ങൾ തിരികെ ഓഫീസിലേക്ക് മടങ്ങുകയാണ്. പക്ഷേ കളക്ടറേറ്റ് ലക്ഷ്യമാക്കി നീങ്ങുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അധികൃതർ തേനീച്ച കൂട് നീക്കം ചെയ്തിട്ടില്ല. തേനീച്ചയുണ്ട്, സൂക്ഷിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ MG മഞ്ജുഷിനൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.